السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓൻ്റെ ആഷിഖീങ്ങളിൽ, ഓൻ്റെ മുഹിബ്ബീങ്ങളിൽ, ഓൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മറ്റൊരു പുതിയ വസന്തത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണല്ലേ, റബീഉൽ അവ്വലിലേക്ക്. ഇൻഷാ അല്ലാഹ് വിത്തിൻ ഡേയ്സ്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് സഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വലാണ്. നമുക്കറിയാം ആ ഒരു പുണ്യമാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് ഏതാണെങ്കിലും ഈ പുണ്യ മാസത്തെ സ്വീകരിക്കാൻ, ഈ പുണ്യമാസത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു ഹദിയ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്താലോ? ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണെങ്കിൽ ചാലഞ്ച് എന്താ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഹബീബ്, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, നമുക്ക് വേണ്ടി നേരിടേണ്ടി വന്ന യാതനകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകൂലേ? ശരിക്കും ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കും ഒന്ന് ചേർത്ത് പിടിച്ച് ആ മുഖത്തോട്ടൊരു ചുംബനം കൊടുക്കാൻ തോന്നിപ്പോകും. അതിലൊന്നും ഒതുങ്ങൂല. കാരണം അത്രത്തോളം അവിടുത്തെ അവസാന ഫിറാഖിൻ്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വിതുമ്പിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സമ്മാനം നമ്മൾ കൊടുക്കേണ്ടേ? എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മൾ ചെയ്യേണ്ട ചാലഞ്ച് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. എന്താ അറിയോ? നമ്മൾ 10 ലക്ഷം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. എത്ര? 10 ലക്ഷം സ്വലാത്ത് കഴിയുന്നതാണ്. നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും, യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷേ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫോണിൽ മറ്റു സീരീസ് കാണാൻ, അല്ലെങ്കിൽ മറ്റു വെബ് സീരീസ് കാണാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. അതിന്നൊക്കെ കുറച്ച് സമയം ഇതിലേക്ക് മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളത് മാത്രം. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഡെയിലി 1 ലക്ഷം സ്വലാത്ത് ചൊല്ലുന്ന, അല്ലെങ്കിൽ അതിനപ്പുറം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുണ്ട്. ശരിക്കും അവരൊക്കെ അത്രത്തോളം അതിനു വേണ്ടി എഫേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അത്രത്തോളം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കും കഴിയും. ജസ്റ്റ് ആ ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു 10 ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം എത്രത്തോളമാണ് അറിയോ? ശരിക്കും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ്? 10 നിഅമത്ത് അള്ളാഹ് തരുന്ന, 10 അനുഗ്രഹം തരും. 10 ദോഷങ്ങൾ അള്ളാഹ് പൊരുത്തപ്പെട്ട് തരും. 10 ദറജകൾ പടച്ച റബ്ബ് ഉയർത്തി തരും, അല്ലേ? ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ. അപ്പോൾ 10 ലക്ഷം സ്വലാത്ത് ചൊല്ലിയാലോ 1 കോടി അനുഗ്രഹങ്ങളാണ് പടച്ച റബ്ബ് തരുന്നത്. 1 കോടി അനുഗ്രഹങ്ങൾ, 1 കോടി ദോഷങ്ങൾ പടച്ചോൻ പൊരുത്തപ്പെട്ട് തരും. 1 കോടി ദറജകൾ പടച്ച റബ്ബ് നമുക്ക് ഉയർത്തി തരും. ഇതിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, 1 കോടി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഇതിലൊക്കെ 10-ലെ ഒരനുഗ്രഹം എത്രത്തോളം നീളവും വീതിയും വണ്ണമുണ്ട് എന്നുള്ളത് പടച്ച റബ്ബ് നമുക്ക് വെളിവാക്കി തന്നിട്ടില്ല. ഒരനുഗ്രഹം തന്നെ എത്രത്തോളം വലിയതാണ്, അല്ലെങ്കിൽ എത്രത്തോളം എത്രത്തോളം ബിഗ്ഗസ്റ്റ് ആണ് എന്നുള്ളത് പടച്ച റബ്ബ് നമുക്ക് വെളിവാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് തരുന്ന അനുഗ്രഹങ്ങൾ അത്രത്തോളം വലുതാകും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം ഓൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ്ബുൽ ഖൽക്കായ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ള വ്യക്തിയായ ഓൻ്റെ ഹബീബിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന് കൊടുക്കുന്ന സമ്മാനമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ്. എന്താണെങ്കിലും ഒട്ടും കുറവുണ്ടാവില്ല. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും ചാലഞ്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടും അതിനപ്പുറം നമുക്ക് ചൊല്ലാൻ പറ്റും. നമ്മൾ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ട് 10 ലക്ഷം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഒരു ദിവസം നമ്മൾ 10,000 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ സിമ്പിളായിട്ട് 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? 1 ലക്ഷം സ്വലാത്ത് ചൊല്ലല്ലേ. ഒരു മാസം കൊണ്ട് 3 ലക്ഷം.
ഒരു 3 മാസം അല്ലെങ്കിൽ ചില്ലറ ഡേയ്സ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു രീതിക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് 10 ലക്ഷം തികക്കാം. അല്ലെങ്കിൽ ഒരു 20,000 സ്വലാത്താണ് ഡെയിലി ചെല്ലുന്നത്, എന്നാൽ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തീരും. ഇതുപോലെ നമ്മൾ നമ്മുടെ ഒഴിവിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഒരു ചാലഞ്ച് നമ്മൾ തയ്യാറാക്കുക, നമ്മൾ ചൊല്ലുക. അള്ളാഹു കബൂലാക്കട്ടെ. എന്താണെങ്കിലും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും മറ്റു സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.